PV Anwar MLA പരാതിയിൽ ADGP MR അജിത് കുമാറിന്റെ മൊഴിയെടുപ്പ് ഉടൻ ആരംഭിക്കും. പോലീസ് ആസ്ഥാനത്ത് വെച്ചാണ് മൊഴിയെടുക്കുക. അതിനിടെ അജിത് കുമാറിനെതിരെ DGP വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. ADGPക്കെതിരായ പരാതിയിൽ അൻവറിന്റെ മൊഴി SIT ഉടൻ രേഖപ്പെടുത്തും. അൻവർ ഇന്ന് DGPയെ കണ്ടേക്കുമെന്നാണ് വിവരം. അതേസമയം ADGP RSS കൂടിക്കാഴ്ചയിൽ നടപടി വൈകുന്നതിൽ LDFിൽ ഭിന്നത രൂക്ഷവുമാണ്. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഘടകകക്ഷികളും ഒപ്പം PV അൻവറും. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റിനു ശ്രീധർ നമുക്കൊപ്പം പോലീസ് ആസ്ഥാനത്തുണ്ട്. ഒപ്പം ഉമേഷ് ബാലകൃഷ്ണനും ശ്രീജിത്തും നമുക്കൊപ്പം തത്സമയം ചേരും. ആദ്യം ഞാൻ റിനു ശ്രീധറിലേക്ക് പോകുന്നു. റിനു ശ്രീധർ, അല്പസമയത്തിനുള്ളിൽ ADGP MR അജിത് കുമാർ മൊഴി നൽകാൻ വേണ്ടി ആസ്ഥാനത്തെത്തുമോ? എപ്പോഴാണ് PV അൻവർ പോലീസ് ആസ്ഥാനത്തെത്തി DGPയെ കാണുക? ഒപ്പം തന്നെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കവടിയാറിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടും ഉയർന്ന പരാതിയിലാണോ? അരുൺകുമാർ, കഴിഞ്ഞ ദിവസം നമ്മൾ കൃത്യമായി തന്നെ വാർത്ത നൽകിയതാണ് ADGP MR അജിത് കുമാറിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുമെന്നുള്ളത്. പക്ഷേ DGP നോട്ടീസ് നൽകുമെന്നുള്ളൊരു വിവരവും ലഭിച്ചിരുന്നെങ്കിൽ എപ്പോൾ മൊഴിയെടുക്കും എന്നുള്ളതിന് ഒരു വ്യക്തതയുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൽ വ്യക്തത വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ 10:30 മണിയോടുകൂടി ADGPയുടെ മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടി DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DGP നേരിട്ടായിരിക്കും മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 10:30 മണിയോടുകൂടി ADGPയെ PHQവിലേക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തുവാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. പ്രധാനമായും PV അൻവർ നൽകിയ പരാതിയിന്മേലാണ് മൊഴിയെടുക്കുന്നതെങ്കിൽ പോലും ADGPയും പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ കൃത്യമായി തന്നെ അന്വേഷിച്ച് അതിൽ വ്യക്തതയില്ലെങ്കിൽ അല്ലെങ്കിൽ അത് കൃത്യമല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ തന്നെ നേരിട്ട് കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യവും പരാതിയായി തന്നെ ആവശ്യപ്പെട്ട് DGP ശുപാർശ നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഉടൻ തന്നെ അത്തരമൊരു തീരുമാനവും കൈക്കൊള്ളും. അങ്ങനെ തീരുമാനം കൈക്കൊള്ളുക കഴിഞ്ഞാൽ DGPയുടെ നിർദ്ദേശം കൃത്യമായി തന്നെ വിജിലൻസിന് നൽകും. യോഗേഷ് ഗുപ്തയാണ് ADGP വിജിലൻസ് ഡയറക്ടർ, അദ്ദേഹത്തിന് നൽകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ADGPക്കെതിരെ എല്ലാ രീതിയിലുള്ള അന്വേഷണവും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും അല്പസമയത്തിനകം ഏകദേശം 10:30 മണിയോടുകൂടി പോലീസ് ആസ്ഥാനത്ത് ADGPയോട് മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടി എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എത്തിച്ചേരുമോ ഇല്ലയോ എന്നുള്ളത് പോലീസ് ആസ്ഥാനത്ത് ADGP MR അജിത് കുമാർ വരുന്നതും കാത്തിരിപ്പുണ്ട്. ആ ക്യാമറ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. പോലീസ് ആസ്ഥാനത്തെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ലഭ്യമാകുന്നത്. അല്പസമയത്തോളം DGP ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അവിടേക്ക് MR അജിത് കുമാർ എത്തിച്ചേരുമോ, എപ്പോഴെത്തും എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ ദൃശ്യം പ്രേക്ഷകർക്ക് തത്സമയം തന്നെ കാണാവുന്നതാണ്. ഒപ്പം ഉമേഷ് ബാലകൃഷ്ണനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, PV അൻവറും MR അജിത് കുമാറും ഒരേ സമയമായിരിക്കുമോ ഇനി പോലീസ് ആസ്ഥാനത്ത് എത്തുക? DGP എപ്പോൾ PV അൻവർ കാണും എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇതുവരെ DGPയോട് സമയം ചോദിച്ചിട്ടില്ല. അദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് എത്തിയത്. പുലർച്ചെ MLA ഹോസ്റ്റലിൽ എത്തിയ ശേഷം PV അൻവർ ഇപ്പോൾ വിശ്രമത്തിലാണ്. അതിനുശേഷം 11 മണിയോടുകൂടി DGP ഓഫീസുമായി ബന്ധപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും സമയം ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഒന്നിച്ച് ഒരേ സമയത്ത് ഇവർ DGPയെ കാണാനുള്ള അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ PHQവിൽ എത്താനുള്ള സാധ്യതയില്ല. എങ്കിലും ഇന്ന് അദ്ദേഹം DGPയെ കാണാനാണ് തന്നെയാണ് സാധ്യത. ഇന്ന് DGP ഓഫീസുമായി ബന്ധപ്പെട്ട് സമയം ചോദിച്ച ശേഷം ഇന്ന് തന്നെ കാണും. ഒപ്പം കൂടുതൽ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിലുണ്ടായ തീപിടുത്തവും കത്തിക്കലുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതും അതിനുശേഷം, അതായത് നേരത്തെ പോലീസ് DIG തൃശ്ശൂർ റേഞ്ച് DIG മൊഴിയെടുത്തതിന് ശേഷം ഉന്നയിച്ച ആരോപണങ്ങൾ, അത് സംബന്ധിച്ച മൊഴി ഇന്ന് DGPക്ക് നൽകുമെന്നാണ് വിവരം. ഒപ്പം മറ്റ് ഏതെങ്കിലും നിർണായക തെളിവുകൾ, പ്രത്യേകിച്ച് ADGP MR അജിത് കുമാർ എപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള ADGPയായി തുടരുന്നത് തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നുള്ളൊരു ആരോപണം, ഗുരുതര ആരോപണം കൂടി PV അൻവർ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനെതിരെ അടിയന്തരമായി നടപടിയെടുക്കാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ അദ്ദേഹം ഒരുക്കി വെച്ചിട്ടുണ്ടോ, അത് DGPക്ക് കൈമാറുമോ? അതുമാത്രമല്ല, മറ്റ് P ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഈ DGPക്കുള്ള പരാതിയിൽ നൽകുമോ, അതോ അത് പാർട്ടി സെക്രട്ടറിക്ക് മാത്രമായിരിക്കുമോ നൽകുന്നത്? അതുകൂടാതെ മറ്റ് നീക്കങ്ങൾ, DGPയെ കണ്ടതിന് ശേഷമുള്ള മറ്റേതെങ്കിലും നീക്കം ഇന്ന് PV അൻവർ നടത്തുമോ? ഈ ചോദ്യങ്ങളെല്ലാം നിർണായകമാണ്. പക്ഷേ 11 മണിക്ക് ശേഷമായിരിക്കും അദ്ദേഹം ഉറക്കത്തിലാണ്. ഉണർന്ന ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരിക. അതിനുശേഷം മാത്രമേ നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ. അദ്ദേഹം പുലർച്ചെ എത്തിയതിന് ശേഷം ക്ഷീണത്തിലാണ്, ഉറക്കത്തിലാണ് എന്നാണ് ഇപ്പോൾ സ്റ്റാഫ് അടക്കം പറഞ്ഞത്.
കുറേ നാളുകളായി പി വി അൻവർ ഇതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു. ഭാഗികമായ വിജയം മാത്രമേ പി വി അൻവറിന് ലഭിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഉറക്കം പോലും ഇല്ലാതെ ഈ തെളിവുകൾ ശേഖരിക്കുകയും ഈ ആരോപിതരുടെ പിന്നാലെ സഞ്ചരിക്കുകയുമായിരുന്നു പി വി അൻവർ. എന്തായാലും ഇന്ന് പി വി അൻവർ പോലീസ് ആസ്ഥാനത്ത് എത്തും. ഇപ്പോൾ MLA ഹോസ്റ്റൽ മുൻവശത്തെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെയാണ് പി വി അൻവർ ഉള്ളത്. പോലീസ് ആസ്ഥാനത്തെ തത്സമയ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. അവിടേക്കാണ് പി വി അൻവർ എത്തിച്ചേരേണ്ടത്. അല്പസമയത്തിനുള്ളിൽ MR അജിത് കുമാർ മൊഴി നൽകാൻ വേണ്ടി DGP ഓഫീസിലേക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് DGP ഉത്തരവിടുന്നു എന്ന വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. MR അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ? കവടിയാറിലെ വീട് നിർമ്മാണം യഥാവിധി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഈ സോഴ്സ്? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1.5 കോടി രൂപയുടെ ലോൺ MR അജിത് കുമാർ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 1.5 കോടി രൂപയുടെ ലോൺ എടുക്കാൻ തക്കതായ ഒരു സാലറി സ്ലിപ്പിൻ്റെ ആനുകൂല്യം അദ്ദേഹത്തിനുണ്ടോ? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വിജിലൻസ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതാണ്. പി വി അൻവറിൻ്റെ യുദ്ധം ഭാഗികമായി വിജയിച്ചു. പക്ഷേ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ MR അജിത് കുമാർ തുടരുന്നുണ്ട്. ആ നിലയിൽ തന്നെയായിരിക്കും അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ഹെഡ്ക്വാർട്ടറിലേക്ക് എത്തി SITക്ക് മുൻപാകെ മൊഴി നൽകുക. പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എഴുതി നമ്പറിട്ട് അക്കമിട്ട് നൽകിയിരിക്കുന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് പി വി അൻവർ മൊഴിയായി അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. ആ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയാണ്, ആ മൊഴിയിലുള്ള മറുപടിയാണ് ഇപ്പോൾ MR അജിത് കുമാറിൽ നിന്ന് അന്വേഷണ സംഘം തേടുന്നത്. നമുക്കിപ്പം ശ്രീജിത്ത് കൂടി തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്നിപ്പോൾ നിർണായകമായ നീക്കങ്ങൾ വീണ്ടും തലസ്ഥാനത്ത് നടക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ ADGP MR അജിത് കുമാർ ഉണ്ട്. പി വി അൻവർ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിട്ടും ആ സ്ഥാനത്തിന് മാത്രം ഇളക്കമില്ല. അത് അന്വേഷണത്തെ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇടതുമുന്നണി യോഗത്തിൽ പ്രതിരോധിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതൃപ്തി പുകയുന്നു എന്നല്ലേ കേൾക്കുന്ന വിവരം? അരുൺ, LDFിനകത്ത് ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്തതിൽ, അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താത്തതിൽ ശക്തമായ പ്രതിഷേധം, അതൃപ്തി എല്ലാം ഉണ്ട്. എന്നാൽ മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് ഘടകകക്ഷികളായ CPI അടക്കമുള്ള പാർട്ടികൾ വഴങ്ങുകയായിരുന്നു. എങ്കിൽ പോലും CPI അടക്കമുള്ള പാർട്ടികളിലും, എന്തിന് CPIM പോലും ഈ തീരുമാനം അവർക്കാർക്കും ദഹിച്ചിട്ടില്ല. കാരണം ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടിട്ടും ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ എന്താണ് മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ള തടസ്സമെന്ന ചോദ്യമാണ് ഏറ്റവും ശക്തമായി ഉയരുന്നത്. അപ്പോൾ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്കാർക്കും ലഭിക്കാത്ത ചില സൗകര്യങ്ങളും കരുതലും ADGP MR അജിത് കുമാർ ലഭിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രി കനിഞ്ഞു നൽകുന്നതാണ് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും ഒക്കെ ചർച്ച നടക്കുന്നത്. ഇന്ന് പല ജില്ലകളും CPIMൻ്റെ ജില്ലാ നേതൃയോഗങ്ങൾ, ജില്ലാ കമ്മിറ്റികളും മറ്റും ചേരുന്നുണ്ട്. ഈ ജില്ലാ കമ്മിറ്റികളും മറ്റും ഇതേപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്തതിനുള്ള പ്രതിഷേധം മുന്നണിക്കകത്ത് ശക്തമാണ്. CPIMന് ശക്തമാണ്. ഇതര രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും എല്ലാം വളരെ ശക്തമായി തന്നെ ഇത് ഉയരുന്നുണ്ട്. എങ്കിൽ പോലും ഈ വികാരങ്ങളെ, ഈ സമ്മർദ്ദങ്ങളെ, ഈ പ്രതിഷേധങ്ങളെ മുഖ്യമന്ത്രി തീർത്തും അവഗണിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവി നയിക്കുന്ന അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ മാത്രമേ നടപടിയെടുക്കൂ എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഈ വാശി കലർന്ന നിലപാടിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന അടക്കം പറച്ചിൽ ഇപ്പോൾ തന്നെ മുന്നണിക്കകത്തുണ്ട്.